സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാപ്പിക്കിള്. വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്ന ഒരു നല്ലൊരു പിക്കിളാണ്. അടുപ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, അടുപ്പ് കൊണ്ട് ഇതിനു വേണ്ടി അടുപ്പ് ഉപയോഗിക്കുകയേ വേണ്ട. ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു മാങ്ങാ പിക്കിളിടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കൊരു വർഷം വരെയും അതിന് മേളിലും ഇരിക്കുന്നൊരു പിക്കിളാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പിക്കിളാണ്. അതിനുവേണ്ടി ഒരു 2.5 കിലോ മാങ്ങ വൃത്തിയാക്കി അതിൻ്റെ അണ്ടിക്കൂടൊക്കെ പോകത്തില്ലേ, അത് കഴിഞ്ഞ് 2 കിലോ മാങ്ങയുണ്ട്. കഴുകി നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടേ അരിയാവുള്ളത്. ഇത് കഷ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ടില്ല, ചെറിയ. ഇത് പുളിയുള്ള മാങ്ങയാണ്. പിന്നെ അത് 2 കിലോ ഉണ്ടേ, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇപ്പം വെയിലുള്ള സമയമല്ലേ, വെയിൽ ഇത് അല്ലെങ്കിൽ ടേബിളിൻ്റെ പുറത്ത് ഫാനിൻ്റെ കീഴിൽ ഇട്ട് ഒരു 2-3 മണിക്കൂർ നല്ല തോർത്തിനകത്തോ പിന്നെ നല്ല ടവലിനകത്തോ കിച്ചണിൽ ഉപയോഗിക്കുന്ന തുണികളില്ലേ അതിലേതെങ്കിലും ഇട്ട് ഉണക്കിയെടുക്കുക. നല്ല വെള്ളമൊക്കെ പോയി മാങ്ങിക്കകത്ത തന്നെ വെള്ളമില്ലേ കട്ട് ചെയ്യുമ്പം കളഞ്ഞെടുത്ത് വെച്ച ഇതാണ്. പിന്നെ അല്ലെങ്കിൽ 1 മണിക്കൂർ വെയിലിലിട്ടാൽ മതി. നമുക്ക് ഇവിടെ വെയിലില്ലാത്തതുകൊണ്ട്, വെയിൽ ഞങ്ങൾക്ക് ഫ്ലാറ്റല്ലേ, അതുകൊണ്ട് ഞാൻ ഫാനിൻ്റെ അടിയിലിട്ട് ഉണക്കിയെടുത്തതാണ് 2-2.5 മണിക്കൂറോളം. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം കടുക് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇത് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചൂടാക്കുന്ന ഒന്നുമില്ല, നമ്മൾ കഴുകി വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയതാണ്. നമുക്ക് വെയിലധികം ഇല്ലാത്തതുകൊണ്ട് സിറ്റ് ഔട്ടിലൊക്കെ ആയിട്ടുള്ള വെയിൽ കൊണ്ടൊക്കെ ഉണക്കിയെടുത്തതാണ്. പിന്നെ ഇത് ഞാൻ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഈ ഉലുവ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ വെയിലൊക്കെ കിട്ടുന്നവർക്കാണെങ്കിൽ ഒന്ന് കഴുകി 1 മണിക്കൂറൊക്കെ ഒന്ന് ഉണക്കി കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ വെയിലല്ലേ, ചൂടല്ലേ, എന്ത് ചൂടാ, അപ്പോൾ അതൊന്ന് ഉണക്കിയെടുത്താൽ മതി. അപ്പം ഞാൻ ഇതൊന്ന് രണ്ടും കൂടെ ഒന്ന് പൊടിക്കട്ടെ. രണ്ടും സെപ്പറേറ്റായിട്ട് പൊടിച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ കടുക് പൊടിച്ചെടുത്ത് അങ്ങ് ഭസ്മം പോലെ പൊടിച്ചെടുക്കരുതേ, നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. എന്നാൽ പൊടിയും വേണേ, തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഉലുവയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാം. ആദ്യമേ നമുക്ക് ഇതിനകത്ത് ഇപ്പം പൊടിച്ചെടുത്തുകൊണ്ടുവന്ന ഉലുവയില്ലേ അതിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഈ കടുക് പൊടിച്ചില്ലേ അതും ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ്, അതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യേ. ഞാനൊരു 2 വർഷം മുമ്പുണ്ടാക്കിയ പിക്കിള് അതിപ്പോഴും എൻ്റെ കയ്യിൽ കുറച്ച് തീരാറായി. ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നതല്ല, അത് വെളിയിൽ തന്നെ. ഇതിനേക്കാൾ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്ന്. അതെല്ലാം ഞാൻ ചൂടാക്കിയായിരുന്നു. ചൂടാക്കി വറുത്ത് പൊടിച്ച് എണ്ണയൊക്കെ ചൂടാക്കി. ഇതൊന്നും ചൂടാക്കൽ പരിപാടിയേ ഇല്ല. പിന്നെ ഇതിനകത്ത് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. പക്ഷെ വെള്ളമയം, ഒരു ശകലം വെള്ളമയം നമ്മൾ എടുക്കുന്ന തവിക്കകത്തായാലും പാത്രത്തിനകത്തായാലും മാങ്ങയിലായാലും ഒന്നും വെള്ളമയം പാടില്ലേ, ഒന്നും. ഇനി ഇതിനകത്ത് ഇത് ഞാനൊരു 300 ഗ്രാം മുളക് പൊടി രണ്ടും മിക്സ് ചെയ്ത് വെച്ചേക്കാണേ. എരിയുള്ള മുളക് പൊടിയുണ്ട്, എരിയുള്ള മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഒരു 10-50 ഗ്രാം. ബാക്കി പിരിയം മുളകാണ്, അത് കുറച്ചിട്ട് കൊടുക്കാം. അതിങ്ങോട്ട് ഇട്ട് കൊടുക്കേ, കുറച്ചല്ല 300 ഗ്രാം വേണം. അടുപ്പിൻ്റെ പരിപാടിയല്ലേ, ഗ്യാസുമായിട്ട് ഒരു പരിപാടിയില്ല ഇതിന്. ഇനി ഇതിലോട്ട് ഒരു 100-150 ഗ്രാം
150 ഗ്രാം തികച്ചില്ലെങ്കിലും 100 ഗ്രാമിന് മേളിലുണ്ടേ. ഒരു 130 ഗ്രാമോളം വെളുത്തുള്ളിയുണ്ട്, അതും ഇട്ട് കൊടുത്ത് ഇതും എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പിലിട്ടതെന്ന് പറഞ്ഞ് ഒരുപാട് ഉപ്പ് വാരിയൊന്നും ഇടണ്ട. ആവശ്യമായിട്ട് ഇത് 300-400 ഗ്രാമോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിഞ്ഞ് ഞാനിത് തുറന്ന് കാണിച്ചു തരാം. അപ്പോഴേ അന്നേരം പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പ്. ഇനി ഇതിനകത്ത് എണ്ണ, ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള എണ്ണ മേടിക്കണേ. നല്ലെണ്ണ ആയിരിക്കണം. നല്ല തന്നെ നല്ല മണവ എള്ളിൻ്റെ. അത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേ. ഇത് 1 ലിറ്ററാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 1/2 ലിറ്ററോളം ഒഴിച്ചിട്ടുണ്ടേ. ബാക്കി നോക്കാം. എന്ത് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന മാങ്ങാപ്പിക്കളായത്. നല്ല നല്ലെണ്ണയുടെ മണം. നമ്മൾ ഈ നല്ലെണ്ണ മേടിക്കുന്നത്. വേറെ നല്ലെണ്ണകളൊക്കെ നോക്കിയിട്ട് ഒന്നിനും ഒരു എള്ളിൻ്റേതായ ഒരു മണമില്ല. ഇത് നല്ല മണമാണ്. കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കേ. ഓക്കെ, ഒരു 3/4 ലിറ്റർ എണ്ണയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മിക്സിംഗ് ആണ് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻസ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് ശരിക്കും കൈ വെച്ച് ഇങ്ങനെ വരട്ടി ഇങ്ങനെ റെഡിയാക്കി എടുക്കണ്ട. പക്ഷെ കൈയൊക്കെ എരിയത്തില്ലേ, നീറും. അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് ചെയ്യുന്നേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇത്ര എണ്ണ ഒഴിക്കുന്നുള്ളൂ. ഇനി വേണമെങ്കിൽ നമ്മൾ 3 ദിവസം കഴിഞ്ഞ് എടുക്കില്ലേ, അപ്പോഴും നമുക്ക് നോക്കാം. അപ്പോൾ എണ്ണയിൽ ഉപ്പും എണ്ണയും ഒക്കെ ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പിക്കിളിട്ട് വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ മേളിൽ എണ്ണ തെളിഞ്ഞ് കിടക്കും. അതാണ് ഇതിൻ്റെ പരുവം. അന്നേരം അപ്പോഴൊഴിച്ച് കൊടുക്കാൻ വേണമെങ്കിൽ. ഇപ്പോൾ ഇത് മതി. നല്ല മണം, ഈ എണ്ണയുടെ തന്നെ മണമാണ്. നല്ലൊരു മണം ഈ എണ്ണയ്ക്ക്. ഇപ്പോൾ എണ്ണ മേടിക്കുമ്പോൾ നല്ല എണ്ണ നോക്കി മേടിക്കേ. പിന്നെ വെളിച്ചെണ്ണയിൽ ഇടാതിരിക്കുന്നേ നല്ലത്. കാര്യം വെളിച്ചെണ്ണ കനച്ചു പോത്തില്ലേ. കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നോക്കി, ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരിത് വിട്ട് വെക്കാനുള്ള, സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ, അതിനുള്ള ഒരു ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ ഭരണിയോ ഇതിലേതെങ്കിലും ഒന്ന് നല്ലതുപോലെ കഴിയും. ഇപ്പം പിന്നെ നല്ല ചൂട് സമയമല്ലേ, ഒന്ന് വെയിലത്ത് വെച്ച് നല്ല ഉണക്കിയെടുക്കുക. നല്ലതുപോലെ ഉണക്കിയെടുത്തിട്ട് വേണം ഇത് ഉപയോഗിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം ഞാനത്
ഇത് കുപ്പിയിലോട്ട് തന്നെ ഇട്ട് വെക്കാം. ദേ നോക്കിയേ, ഇത് ഞാൻ ആദ്യം ഇത് 8 ലിറ്റർ അങ്ങനെ കണ്ട 6-7 ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണേ. അപ്പം ഇത് ഞാൻ ഫസ്റ്റ് ഇട്ടതാണ്. ഇപ്പം ഇതിനകത്ത് നിന്ന് അധികം വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച്. രണ്ടാമത് ഞാൻ ഇട്ടിരുന്നു, അതും വേറെ രീതിയിലായിട്ടിരുന്നത്. അത് വേറൊരു കുപ്പിയിൽ ഞാൻ കാണിക്കേ. ഇത് ഞാൻ ഇതിനകത്തിട്ട് വെക്കേ. അപ്പം നമുക്ക് പിക്കിള് നമ്മുടെ കുപ്പിയിലോട്ട് ഇട്ട് വെക്കേ. കംപ്ലീറ്റ് ഇട്ട് വെക്കട്ടെ. ഓക്കെ, കംപ്ലീറ്റ് പിക്കിളും ഈ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കി, ഇതിനകത്ത് നല്ല ചോറ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ, വരവി കഴിക്കണം. അപ്പോഴും ഞാനിത് ഒന്ന് തുടച്ച്, എപ്പോഴും വെള്ളമയം സൂക്ഷിക്കണം. ഇതിൻ്റെ ഒരു 3 ദിവസം കഴിഞ്ഞ് ഞാൻ കാണിക്കാം കേട്ടോ. നോക്കിയേ, ഈ എണ്ണ ഞാൻ ഇപ്പോഴും പറയുന്നത് കണ്ടോ, ഒരു കാണാവോ, 1 ലിറ്ററിൻ്റെ എണ്ണയിൽ ഇപ്പോൾ ഒരു 3/4 ലിറ്ററാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി എണ്ണ ഇരിക്കുകയാണ്. ഇനി ഇതിന് എണ്ണ മേളിൽ തെളിഞ്ഞ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യം എണ്ണ മേളിൽ തെളിഞ്ഞ് കിടക്കണം. നമ്മൾ എപ്പോഴും പിക്കിൾ എടുക്കുമ്പം എണ്ണ മാറ്റിയിട്ടേ എടുക്കാവുള്ളൂ. അത് ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എടുക്കരുത്. കുറേശ്ശെ ഏതെങ്കിലും വേറൊരു കുപ്പിയിൽ ചെറിയ ജാറിൽ അതിനകത്ത് ഇട്ട് വെക്കുക, എന്നിട്ട് എടുക്കുക. അപ്പോഴും എണ്ണ അതിൽ തന്നെ തെളിഞ്ഞിടക്കും. എണ്ണ ഇല്ലെങ്കിൽ പൂത്തു പോകും. അപ്പോൾ ഈ എണ്ണ മേളിൽ തന്നെ കിടക്കണം എന്ന് പറഞ്ഞ് ഒത്തിരി എണ്ണ കോരി ഒഴിക്കും വേണ്ട. ഇതിപ്പം ഇങ്ങനെ ഇരിക്കട്ടെ, 3 ദിവസം കഴിഞ്ഞ് ഞാൻ കാണിക്കാം. ഹലോ, അങ്ങനെ നമ്മുടെ മാങ്ങാപ്പിക്കിൾ ഇട്ടതിന് ശേഷം ഇന്ന് 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസമായേ. ഞാൻ 3 എനിക്ക് തുറക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. നമുക്ക് തുറക്കാം. ഇന്നിപ്പോൾ 4 ദിവസമേ, 4 തുടങ്ങി. എന്തോ മണവും നോക്കിയേ, നല്ല മണമാണിതിന്. ഞാനിന്ന് ഇളക്കിയെടുക്കേ. കാണാവോ, ഓക്കെ. ഇപ്പം ഈ എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്ന അടുപ്പ് ഉപയോഗിച്ചിട്ടേ ഇല്ല ഇതിന് വേണ്ടിയിട്ട്. എല്ലാം ഇപ്പോഴത്തെ ചൂടറിയാമല്ലോ, വെയിൽ കൊണ്ട് ഒന്ന് മാങ്ങയൊക്കെ അരിഞ്ഞിട്ടിട്ട് നല്ലതുപോലെ കഴുകി തുടച്ച് കഷ്ണങ്ങളാക്കി, വലിയ കഷ്ണങ്ങളാക്കണ്ട, എന്നാൽ തീരെ ചെറിയ കഷ്ണങ്ങളാക്കണ്ടേ. ഒരുവിധം നമുക്ക് എടുക്കാവുന്ന, ഞാൻ കാണിച്ചിട്ടില്ലേ വീഡിയോയിൽ, അതുപോലെ കഷ്ണങ്ങളാക്കുക. അത് ഇത് ഒന്ന് ഒരു ടിഷ്യൂ പേപ്പറോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലൊക്കെ ഇല്ലേ, അത് വെച്ചൊന്ന് തുടച്ച് അല്ല ഫാനിൻ്റെ അടിയിലിടാം. ഒരു 2 മണിക്കൂർ ഇട്ടിരുന്നാൽ മതി റൂമിനകത്ത്. ഇത് വെളിയിലൊക്കെ ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെയിലത്ത് കിടന്നാൽ മതി. പായിലോ ഒക്കെ ഒന്ന് വിരിച്ചിട്ട് ഉണക്കിയെടുത്താൽ മതി. ഒന്ന് വെള്ളം തോർത്തെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ബാക്കി കടുകൊക്കെ ഒന്ന് കഴുകി വെയിലത്തിട്ട് കുറച്ച് സമയം, അല്ലെങ്കിൽ മൈക്രോവേവിനകത്ത് വെച്ചൊരു 10 സെക്കൻഡ് 15 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഉലുവയൊക്കെ അടുപ്പുമായിട്ട് ഒരു ഇതുമല്ലേ. നോക്കിയേ, ഒരു മണമാണെന്നറിയാമോ, നല്ല മണമാണ്. നോക്കിയേ, ഇത് അടുത്ത വർഷം വരെ ഇതിങ്ങനെ ഇരിക്കേ. ഏലം നനവ് കാണരുത്. നമ്മൾ ആവശ്യത്തിന് വേറൊരു ബോട്ടിൽ മാറ്റിയല്ലേ വെക്കുന്നത്, പാത്രത്തിലെടുത്ത് വെച്ച് എടുക്കുക. കുറേശ്ശെ എടുത്തിട്ട് ഉപയോഗിക്കുക. അന്നേരം ഇതിനകത്ത് എപ്പോഴും ഈ വലിയ ബോട്ടിലിൽ കൊണ്ടൊന്ന് ഇളക്കണ്ടല്ലോ. നല്ല മണമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 വർഷം മുമ്പേ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ടുണ്ടേ. ഇതാ ഇപ്പോഴും ഇട്ടുണ്ട്, ഞാൻ കാണിച്ചേ. ഇതാണ്ട അത്, പക്ഷെ തീർന്നത് ഞാൻ എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് തീർന്ന്. അത് ഞാൻ ഫ്രിഡ്ജിലൊന്നും അല്ല വെക്കുന്നത്, പുറത്ത് തന്നെ വെക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇത് പിന്നെ കുറച്ച് നേരം എണ്ണയൊക്കെ നല്ല ചൂടാക്കി പുകച്ചിട്ടൊക്കെ റെഡിയാക്കിയത്. നല്ല ചൂട് എല്ലാം, കടുകൊക്കെ വറുത്ത്, ഉലുവ വറുത്ത്, പിന്നെ ഉള്ളിയൊക്കെ വെളുത്തുള്ളിയില്ലേ, അതൊക്കെ എണ്ണയിലിട്ട് വഴറ്റി അങ്ങനെയൊക്കെ എടുത്ത് വെച്ചതാണ്. പക്ഷെ അതുപോലെ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഇത്. നമുക്ക് സമയവും വേണ്ട, ഗ്യാസും അടുപ്പും ഒന്നും കത്തിക്കേണ്ട ആവശ്യവുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാപ്പിക്കിൾ, അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതിന് നമ്മൾ വെച്ച് കഴിയുമ്പോൾ
നമ്മൾ ഉപയോഗിക്കുമ്പോൾ എണ്ണയില്ലാതെ എടുക്കുക. എണ്ണയില്ലാതെ എടുത്തിട്ട് വെച്ചിരുന്നാൽ മതി. ആ എണ്ണ ഇങ്ങനെ മേളിൽ തെളിഞ്ഞ് തന്നെ കിടന്നോളും. നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതങ്ങ് എണ്ണ മേളിൽ തെളിഞ്ഞ് വന്നോളും. ഓക്കെ. ഈ വെളുത്തുള്ളിയൊക്കെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, പച്ച വെളുത്തുള്ളി തന്നെയാണ് ഇതിന്, വാട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കും, നല്ല ടേസ്റ്റാണ്. നല്ല മാങ്ങയൊക്കെ തന്നെ ആയാലും നോക്കി ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ കണ്ടിച്ചെടുത്തത്, കഷ്ണങ്ങളാക്കിയത്. അത് നമുക്കിപ്പം പിക്കിളെടുക്കുമ്പം തന്നെയും വലിയ കഷ്ണങ്ങൾ നമുക്ക് കഴിക്കാൻ ഒക്കില്ല. ഒരു വലിയ കഷ്ണമൊക്കെ വലുതായിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞാൽ ചെറിയ കഷ്ണമാവുകയാണ്, തീരെയും ചെറുതാക്കല്ലേ, നമുക്കെടുത്ത് ഉപയോഗിക്കാനൊക്കെ പറ്റും. ഒരാൾക്കൊരു കഷ്ണമൊക്കെ എടുക്കാനൊക്കെ പറ്റും. പിക്കിളല്ലേ, നമ്മൾ അധികം അങ്ങ് കഴിക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.